ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട അനിൽകുമാറിന് സമാശ്വാസവുമായി ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി HF ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ അനിൽകുമാറിന് കൈമാറി. ആകെയുണ്ടായിരുന്ന 17 പശുക്കളിൽ 3 കിടാക്കളടക്കം 11 നിലയില്ലാ വെള്ളത്തിൽ മുങ്ങിച്ചത്തുപോവുകയായിരുന്നു. ദിവസവും 60 ലിറ്റർ പാലാണ് അനിൽ വിറ്റിരുന്നത്. ഇത്തരം അവസരങ്ങളിൽ സർക്കാർ സംവിധാനം കൂടെ നിൽക്കുന്നത് ആശ്വാസമാണെന്ന് അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രളയത്തിൽ എൻ്റെ പശുക്കൾ വെള്ളം പശുക്കൂട്ടിൽ കയറി പശുക്കൾക്ക് അഴിച്ചു മാറ്റാൻ സ്വാധീനമില്ലാതെ 17 പശുക്കൾ കൂട്ടിലുണ്ടായിരുന്നു. അതിൽ 8 വലിയ പശുക്കളും 3 ചെറിയ കിടാക്കളും ഉൾപ്പെടുന്ന പശുക്കൾ മരണപ്പെട്ടു പോയി. അതുമായി ബന്ധപ്പെട്ട് എൻ്റെ സർക്കാരിൽ നിന്നും അതിവേഗത്തിൽ തന്നെ എനിക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി സാന്ത്വന പദ്ധതിയുമായിട്ട് നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ നാട്ടിൽ എത്തിച്ചേരുകയും എന്നെ സമാശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നെ സമാശ്വസിപ്പിക്കുകയും എനിക്ക് വീണ്ടും പഴയ പോലെ തന്നെ പാലുകളും അതുപോലെ തന്നെ സൊസൈറ്റിയിലും യൂണിറ്റിലൂടെയൊക്കെ കൊണ്ട് സംരംഭകനായിട്ട് കൊടുക്കുവാനും വലിയവനാകാനുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ട് പോയ മിനിസ്റ്റർക്ക് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അർപ്പിച്ചിട്ടുള്ളതാണ്. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് നൽകിയ 2 പശുക്കളെയും കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമിതിയും നൽകിയ ഓരോ പശുക്കളെയുമാണ് മന്ത്രി കൈമാറിയത്. കേരള വെറ്റിനറി അസോസിയേഷൻ നൽകിയ 1 ലക്ഷം രൂപയുടെ ചെക്കും ബിന്ദു കൃഷ്ണ അനിൽകുമാറിന് നൽകി. വാഗമണ്ണിലെ KLDBയിൽ നിന്നാണ് പശുക്കളെ എത്തിച്ചത്. നമ്മുടെയൊക്കെ മനസ്സ് അങ്ങേയറ്റം വേദന, പ്രത്യേകിച്ചും ജീവിതമാർഗം നിലച്ച് ഇനി എന്ത് എന്ന് കരുതി നിൽക്കുന്ന ഒരു ക്ഷീര കർഷകന്റെ മുന്നില് ആശ്വാസമായി എത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവ് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങള് എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം ഇന്നലെ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തി. സർക്കാർ ഒപ്പമുണ്ട് എന്ന് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഒപ്പമുണ്ട് എന്ന് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ശൈലി. ഇന്ന് വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടവർക്കുള്ള ധനസഹായവും ചികിത്സയിലുള്ളവർക്ക് ധനസഹായവും വീട് നഷ്ടപ്പെട്ടവർക്കും അങ്ങനെ എല്ലാ ധനസഹായവും ഭവനയായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കേരള സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പമുണ്ട്. KGOU സംസ്ഥാന പ്രസിഡന്റ് B. ഗോപകുമാർ, മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ CN വത്സലൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സെബാസ്റ്റ്യൻ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.